നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടാണ് അർജൻറ്റീനയേക്കാൾ മികച്ച ടീം. അവരുടെ വേഗതക്കൊപ്പം അർജൻറ്റീനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഓരോ അർജൻറ്റീന ആരാധകൻ്റെയും ഉള്ളിലുണ്ട്. എന്നിട്ടും അവർ വിജയപ്രതീക്ഷ കൈവിടാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിൻ്റെ കാരണം ഇതാണ്. ദിസ് ഈസ് ഇൻ ദ മൊമെൻറ്റ്. ദിസ് ഈസ് ദി ഗോൾഡൻ എറ ഓഫ് ദി അർജൻറ്റൈൻ നാഷണൽ ടീം. ലയണൽ സ്കലോനിയുടെ കീഴിലുള്ള 2018 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം അർജൻറ്റീൻ ഫുട്ബോളിൻ്റെ സുവർണ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റിയ സ്കലോനിയുടെ കീഴിൽ അവർക്ക് സ്വപ്നം കാണുന്നതിന് പരിധികളില്ല. അതാണ് അർജൻറ്റീൻ ആരാധകരുടെ ആത്മവിശ്വാസത്തിൻ്റെ നിദാനം. വെറുതെ പറയുന്നതല്ല. നോക്കുക, 2018 വേൾഡ് കപ്പ് അർജൻറ്റീന വളരെ പരിതാപകരമായൊരു പെർഫോമൻസ് നടത്തി പുറത്തു പോയതിന് പിന്നാലെ സാമ്പോളിയെ സാക്ക് ചെയ്തു. പകരം ഒരു ഇൻട്രിം കോച്ചായിട്ട് വന്നയാളാണ് സ്കലോനി. പിന്നെ അദ്ദേഹം സ്ഥിരമായി. ആദ്യമായിട്ടൊരു ഒരു ഒഫീഷ്യൽ ടൂർണമെൻറ്റിന് അദ്ദേഹം ടീമിനെയും കൊണ്ടുപോകുന്നത് 2019 കോപ്പ അമേരിക്കക്ക് ബ്രസീലിലേക്കാണ്. അവിടെ ടീം ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ ഘട്ടത്തിലും സെമി ഫൈനലിലേക്ക് ടീമിനെ എത്തിച്ചു. സെമിയിൽ ബ്രസീലിനോട് തോറ്റു, ശരി. ആ ഒറ്റത്തവണ മാത്രമേ അദ്ദേഹം ഒരു ടൂർണമെൻറ്റിൽ പരാജയം അറിഞ്ഞിട്ടുള്ളൂ. അതും സെമി വരെ എത്തിയതിന് ശേഷം. പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ്. ദീർഘകാലമായിട്ടൊരു അന്താരാഷ്ട്ര കിരീടം കിട്ടാക്കനിയായി നിന്ന അർജൻറ്റീനക്ക് 2021 കോപ്പ അമേരിക്കയിൽ കിരീടം അങ്ങ് ചൂടിച്ചു കൊടുത്തു. അതും അതേ ബ്രസീലിൽ വെച്ച് ഫൈനലിൽ മാറക്കാനയിലിട്ട് ബ്രസീലിനെ തന്നെ തോൽപ്പിച്ചിട്ട്. പിന്നെ നമ്മൾ കണ്ടത് 2022 ഫൈനലിസീമ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിക്കെതിരെ അർജൻറ്റീനയുടെ തേരോട്ടം, കിരീടം സ്വന്തമാക്കി. പിന്നെ കണ്ടത് ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ടീം എത്തുന്നതാണ്. അൾട്ടിമേറ്റ് ഗോൾ അവർ അച്ചീവ് ചെയ്യുന്നത് 2022 വേൾഡ് കപ്പിൽ മുത്തമിടുന്ന അർജൻറ്റീന. സ്കലോനി അപ്പോഴേ ലെജൻഡായി കഴിഞ്ഞിരുന്നു. അവിടം കൊണ്ട് നിർത്തിയോ? എവിടെ നിർത്താൻ? വിജയമധുരത്തിൻ്റെ സ്വാദറിഞ്ഞവൻ പിന്നെ അത് വീണ്ടും വീണ്ടും നുകരാൻ ശ്രമിക്കില്ലേ? 2024 കോപ്പ അമേരിക്കയിൽ ഒരിക്കൽ കൂടി ചാമ്പ്യൻ പട്ടം അണിയുന്നു. വീണ്ടും ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ പലരും പറഞ്ഞു, പഴയ ടീമും കൊണ്ട് തന്നെയാണ് വീണ്ടും വരുന്ന ടീമിൻ്റെ കോറൊക്കെ പഴയതാ, വയസ്സമ്പടയാണെന്ന് പറഞ്ഞവർ പോലും ഉണ്ട്. എന്നിട്ടോ ഓട്ടോമെൻ്റെയും മെസ്സിയെയും ഒക്കെ ചൂണ്ടിയാണത് പറയുന്നത്. മെസ്സിയുടെ പ്രായം നിങ്ങൾ എങ്ങനെ അളക്കാനാണിടോ? ലൂയിസ് ദിലാഫ്യൂൻ്റെ പറഞ്ഞ പോലെ 19കാരനോ 23കാരനോ കളിക്കളത്തിൽ കളിക്കുന്ന പോലെയല്ലേ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വീണ്ടും ഇതാ ഒരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റിൽ ഗോയിങ്. 4 മേജർ ടൈറ്റിലുകൾ, ബാക്ക് ടു ബാക്ക് കോപ്പ അമേരിക്ക ചാമ്പ്യൻസ്, വേൾഡ് കപ്പ് വിന്നർ, വീണ്ടും ഒരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്താത്ത ഒരു ടൂർണമെൻറ്റും അദ്ദേഹത്തിൻ്റെ കീഴിൽ അർജൻറ്റീന കളിച്ചിട്ടില്ല. ഇത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇംഗ്ലണ്ട് കൊടികെട്ടിയ ടീമായിരിക്കാം, പക്ഷേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ്. ഞങ്ങളുടെ സ്കലോനിക്ക് കീഴിൽ എന്തും സാധ്യമാണ്. സ്കലോനിയും മെസ്സിയും ചേർന്നൊരു സഖ്യമങ്ങ് ഉണ്ടാക്കിയാൽ പിന്നെ അതിനെ തകർക്കാനൊന്നും ഒരു കൊടികെട്ടിയ ടീമിനും കഴിയില്ലെന്ന് അർജൻറ്റീൻ ആരാധകർ വിശ്വസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.